ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടമാലൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒരു 30 മുട്ടൻ്റെ മാലയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 30 മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ടിരിക്കണം. അപ്പോൾ പൊട്ടിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാനുണ്ട്. മുട്ടയൊക്കെ ഇതായി ഞാൻ എടുക്കുന്നത് പോലെ എൻ്റെ മഞ്ഞയൊന്നും മഞ്ഞക്കൊരു പൊട്ടാണ്ട് ശ്രദ്ധിച്ചിട്ടൊന്ന് മാറ്റണം. അതുപോലെ മഞ്ഞക്കരുവിൽ മുട്ടൻ്റെ വള്ളി ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇതുപോലെ അങ്ങ് എടുത്തിട്ടങ്ങ് മാറ്റണം. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ആ മുട്ടൻ്റെ മഞ്ഞ നന്നായി വന്നിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക. ഇത് മുട്ടൻ്റെ വെള്ള. അപ്പോൾ ആ ഇളക്കിയ മഞ്ഞ ഉണ്ടല്ലോ, അത് എന്താക്കുക, ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് എടുക്കണം. അങ്ങനെ അരിച്ചത് ഒരു ബോട്ടിലാക്കി നമ്മൾ ലിക്വിഡിൻ്റെ നന്നായിട്ട് കഴുകിയിട്ട് എടുത്ത ഒരു ബോട്ടിലാണിത്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും 1 നുള്ളി ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് അരിയിച്ചെടുക്കുക. അരിഞ്ഞതിന് ശേഷം അതിൽ 2 സ്പൂണ് മുട്ടൻ്റെ വെള്ളം കോരിയേക്കുക. അതിൽ കച്ചറൊക്കെ ഒന്ന് മാറ്റാനാണ്. എന്നിട്ട് അത് കോരി മാറ്റിക്കളയണം. പിന്നെ അതിന് ശേഷം നമ്മൾ ബോട്ടിലാക്കി വെച്ച ആ മുട്ടൻ്റെ മഞ്ഞ ഉണ്ടല്ലോ, അതും ഇതിങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് കോരിയിട്ട് എടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ ഓരോന്നും ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നല്ല തള വരുന്ന സ്ഥലത്തേക്കായിരിക്കണം നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് വരാമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടാണ് ഇത്രയധികം മുട്ട എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 10 മുട്ട 5 മുട്ടയൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവനുസരിച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളും എടുത്താൽ മതി. അപ്പോൾ മുട്ടൻ്റെ മഞ്ഞൻ്റെ കൂടെ വെള്ളം ഒന്ന് കൂടിയെങ്കിൽ മാല നല്ലപോലെ കിട്ടൂല. അതിങ്ങനെ വലിഞ്ഞ് കിട്ടൂല, മുറിഞ്ഞു പോകും. അതുകൊണ്ടാണ് അതിൻ്റെ മഞ്ഞയിൽ വെള്ളം കൂടാണ്ട് നോക്കണം. ഇനി മാറ്റി വെച്ച മുട്ടൻ്റെ വെള്ളയും പഞ്ചസാര ലായനിയും പിന്നെ 5-6 ഏലക്കായും 2-3 സ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സിയിലടിച്ച് ആവിയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ബാക്കി ഉണ്ടാക്കി മുറിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, തിരക്കായി പോയി. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.